ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കീ ഡെവലപ്മെൻറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഇന്ത്യയുടെ TVS സപ്ലൈ ചെയിൻ കമ്പനി ഇറ്റലിയുടെ അല ഗ്രൂപ്പുമായിട്ട് 2000 കോടി വർത്ത് വരുന്ന ഒരു ഡീൽ സൈൻ ചെയ്തിട്ടുണ്ട്. ഇത് ഒരു ജോയിൻറ്റ് വെഞ്ചർ പ്രോജക്റ്റ് ആണ്. ഇന്ത്യയെ ഒരു ഗ്ലോബൽ എയറോസ്പേസിൽ പ്രത്യേകിച്ച് സ്പെയർ പാർട്സുകൾ നിർമ്മിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ ഒരു ഗ്ലോബൽ സപ്ലൈ ചെയിനായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഈ രണ്ട് കമ്പനികളും ചേർന്ന് പ്രവർത്തിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു പയനിയർ പ്രോജക്റ്റാണ്. അപ്പോൾ ഈ 2000 കോടി മുടക്കിക്കൊണ്ട് 2039 ഇന്ത്യ ഒരു ഗ്ലോബൽ ഹബ്ബായിട്ട് എയറോസ്പേസ് മേഖലയിൽ മാറിത്തീരുമെന്നാണ് ഈ രണ്ട് കമ്പനികളും പറയുന്നത്. മാർക്കോ റൂബിയോ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുമായിട്ടുള്ള സ്ട്രാറ്റജിക് ഡീൽ, പ്രത്യേകിച്ച് ട്രേഡ് ഡീൽ, ഇന്ത്യ അമേരിക്ക ട്രേഡ് ഡീൽ ഏതാണ്ട് നിയർ ടു സൈൻ എന്നുള്ളൊരു ലെവലിൽ എത്തി നിൽക്കുന്നതായിട്ടാണ് മാർക്കോ റൂബിയോ പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു 15% താഴെ ആയിരിക്കും ഇന്ത്യയുടെ താരിഫ് എന്നുള്ളതാണ് ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പൊതുവേ ഒരു 11, 12, 13 ആ ഒരു റേഞ്ചിൽ വരാനാണ് സാധ്യത എന്നാണ് പൊതുവിലുള്ള വിലയിരുത്തൽ. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ Su-30 MKI എന്ന് പറഞ്ഞ ഫൈറ്റർ ജെറ്റ് ആദ്യമായിട്ട് നവി മുംബൈ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഈ ഒരു ഇൻസിഡൻറ്റ്. ഇത് വേറെ ഒന്നും കൊണ്ടല്ല, ഇത് പുതിയതായിട്ട് പണി കഴിപ്പിച്ച എയർപോർട്ടാണ്. അവിടെയാണ് നമ്മൾ ഈ ഒരു ഫൈറ്റർ ജെറ്റിനെ ലാൻഡ് ചെയ്യിപ്പിച്ചത്. ഇന്ത്യയുടെ ഒരു പ്രോജക്റ്റാണ്, വളരെ നിർണായകമായിട്ടുള്ളൊരു പ്രോജക്റ്റാണ് ആൻഡുറാക്സ് എന്ന് പറഞ്ഞ പ്രോജക്റ്റ്. ഈ ആൻഡുറാക്സ് എന്ന് പറയുന്നത് അരൈസ് സ്പേസ് പ്ലെയിൻ ആണിത്. സ്പേസ് പ്ലെയിൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ സ്പേസ് ഷട്ടിൽ നടത്തുന്ന സമയത്ത് ഓർബിറ്റൽ റീ എൻട്രിക്ക് ഉപയോഗിക്കത്തക്ക രീതിയിൽ നമ്മൾ ഇതിനെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെ അതാണ്. ഇത് റീയൂസബിൾ. നമ്മൾ റോക്കറ്റിൻ്റെ മുന്നിൽ ഇത് വെച്ചിട്ട് നമുക്ക് സ്പേസിലേക്ക് പോകാം, അതേപോലെ തിരിച്ച് താഴോട്ടിറങ്ങാം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രയലാണ് ഇന്ത്യ ഏതാണ്ട് 25,000 മീറ്റർ ഉയരത്തിൽ നിന്നും ഈ ആൻഡ്രോക്സിനെ ഡ്രോപ്പ് ചെയ്ത് ഈ പരീക്ഷണം വിജയകരമായിട്ട് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇത് വളരെ വലിയൊരു അച്ചീവ്മെൻ്റാണ്. ഫ്യൂച്ചറിസ്റ്റിക് വിഷനോടുകൂടി ഇന്ത്യ നടപ്പിലാക്കുന്ന വൺ ഓഫ് ദ ഫൈനസ്റ്റ് പ്രോജക്റ്റാണിത്, ആൻഡ്രോക്സ്. 2028 ഈ മിഷൻ സക്സസ്ഫുള്ളി നമ്മൾ നടത്തി തീർക്കുമെന്നാണ് പറയപ്പെടുന്നത്. റീയൂസബിൾ ഓർബിറ്റൽ റിട്ടേൺ വെഹിക്കിൾ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ടാറ്റയുടെ കമ്പനികളായിട്ടുള്ള ജാഗ്വാർ അതേപോലെ ലാൻഡ് റോവർ, ഈ രണ്ട് കമ്പനികളും ഇത് ടാറ്റയുടെ ഒറിജിൻ കമ്പനിയല്ല, ഇത് പർച്ചേസ് ചെയ്ത കമ്പനിയാണ്. ടാറ്റ ഈ കമ്പനികളെ പർച്ചേസ് ചെയ്തത് വലിയൊരു ചരിത്രമാണ്. അത് വേറൊരു സ്റ്റോറിയാണ്. അപ്പം നമുക്കിപ്പോൾ അതിലേക്ക് പോകണ്ട. എങ്ങനെ പർച്ചേസ് ചെയ്തു, അതിനുള്ള സാഹചര്യം എന്താണ്, അതെല്ലാം തന്നെ വലിയൊരു ചരിത്രമാണ്. എന്നാൽ ഈ രണ്ട് കമ്പനികളും മിലിറ്ററി ഗ്രേഡ് അപ്ഗ്രേഡ് നടത്താൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ്. അതായത് ഇവരുടെ ഡിഫൻസ് മാനുഫാക്ചറിങ്ങിലേക്ക് ഫുട് പ്രിൻ്റ് കൊണ്ടുവരികയാണ് ജാഗ്വാറും ലാൻഡ് റോവറും. ടാറ്റ തന്നെയാണ്. അവർക്ക് ഓൾറെഡി ഡിഫൻസ് മേഖലയിൽ നല്ല രീതിയിലുള്ള ഡെവലപ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ ടാറ്റയ്ക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഈ കമ്പനികളെ ഡിഫൻസ് മേഖലയിലേക്ക് കേന്ദ്രീകരിച്ച് പ്രവർത്തിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. പിന്നെ ഈ മാറി വരുന്ന ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ആ ഒരു ഏജിൽ ശരിക്കും ജാഗ്വാർ ലാൻഡ് റോവറൊക്കെ അത്രത്തോളം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നില്ല ഇപ്പോൾ. കാരണം കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഡിഫൻസ് മേഖലയിലേക്ക് വരുന്നത് തന്നെയാണ് ഒരു കണക്കിന് നല്ലത്. ഇന്ത്യയുടെ കമേഴ്ഷ്യൽ മിനിസ്റ്റർ പീയൂഷ് ഗോയൽ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ റിമൈൻസ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കോണമി സിൻസ് ലാസ്റ്റ് 2 decades എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ 20 വർഷമായിട്ട് ഇന്ത്യയുടെ എക്കണോമിക് റിസലിയൻറ്റ് പവർ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തീർച്ചയായിട്ടും നമുക്ക് ഈ ഗ്ലോബൽ ക്രൈസിസിലും ഇന്ത്യ ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്നത് വളരെ മികച്ചൊരു പെർഫോമൻസ് തന്നെയാണ്. പലരും അതിനെ നെഗറ്റീവായിട്ട് കാണുന്നുണ്ട്. ഇന്ത്യ ഏതോ ആഹാരത്തിന് വകയില്ലാതിരിക്കുന്ന സിറ്റുവേഷൻ എന്നുള്ള നിലയിലൊക്കെ ചിത്രീകരിക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിൽ അത്രത്തോളം മോശപ്പെട്ട ഒരു അവസ്ഥയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പലരും ഇന്ത്യ ദാരിദ്ര്യത്തിൻ്റെ എഴയുന്നത് പോലെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ പലരും പറയുന്നുണ്ട്. പക്ഷേ അതിലൊക്കെ വസ്തുതയുണ്ടോ എന്നുള്ളത് കുറച്ചുകൂടി നമ്മൾ ചിന്തിച്ച് നോക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ ഇപ്പോഴും ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലും നമ്മൾ വളരെ സസ്റ്റൈനബിളായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ യുദ്ധം മാത്രമില്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ ഗ്രോത്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോയേനെ. എനിവേ നമ്മൾ കുറച്ച് സ്ലോ ഡൗൺ ആവും. IMF പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ ഈ ടേമിലെ ഗ്രോത്ത്, ഓവറോൾ ഈ വർഷത്തെ ഗ്രോത്ത് 2026 ഗ്രോത്ത് 6% ആവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് IMFൻ്റെ വിലയിരുത്തൽ. പല സാഹചര്യങ്ങളിലും IMFൻ്റെ ഈ വിലയിരുത്തലുകളെ മാറ്റിമറിച്ചുകൊണ്ട് ഇന്ത്യ നല്ല രീതിയിലുള്ള ഗ്രോത്ത് 7.2 കാഴ്ചവെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കങ്ങനെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഗ്രോത്ത് ഇത്തവണ പ്രതീക്ഷിക്കേണ്ട. പക്ഷേ IMF ഈ വർഷത്തെ ബിഗിനിങ്ങിൽ ഇന്ത്യയെക്കുറിച്ച് പ്രഡിക്റ്റ് ചെയ്തിരുന്നത് 6.5% ആണ്.
ഇപ്പോൾ അവർ പറയുന്നത് 6% ആണ്. അതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യക്കുള്ളിൽ ഓയിൽ പ്രൈസിലുണ്ടായ വില വർധനവ് അത് നമ്മളുടെ GDPയുടെ ഗ്രോത്തിനെ ഇച്ചിരി അഫക്റ്റ് ചെയ്യും. ഒരു 0.5% അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്നാണ് IMFന്റെ വിലയിരുത്തൽ. നമ്മൾ നോക്കിക്കോണം, ഇന്ത്യയുടെ എക്കോണമിയെക്കുറിച്ചുള്ള IMFന്റെ വിലയിരുത്തലിൽ വരെ 6% ആണ്. 6% ഗ്രോത്ത് വേറെ എവിടെ കൊടുക്കുന്നുണ്ട്? ഈ യുദ്ധം കൊണ്ട്, മിഡിൽ ഈസ്റ്റ് കോൺഫ്ലിക്റ്റ് കൊണ്ട്, റഷ്യ ഉക്രൈൻ കോൺഫ്ലിക്റ്റ് കൊണ്ട് പല രാജ്യങ്ങളും ബുദ്ധിമുട്ടുന്ന സാഹചര്യമാണ്. ആ സാഹചര്യത്തിലാണ് ഇന്ത്യയെക്കുറിച്ച് ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. പക്ഷെ ഇന്ത്യക്കുള്ളിലിരിക്കുന്ന ഇന്ത്യക്കാർക്ക് അത് തിരിച്ചറിയാനുള്ള മാനസികാവസ്ഥയില്ല. മുംബൈയിലുള്ള സിറ്റി ബാങ്കിൻ്റെ സീനിയർ എക്സിക്യൂട്ടീവുമായിട്ട് പ്രൈം മിനിസ്റ്റർ മോദി ഒരു ഡിസ്കഷൻ നടത്തിയിട്ടുണ്ട്. AI IT ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ ഏറ്റവും കൂടുതൽ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റുകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സിറ്റി ബാങ്കിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലാണ് വിളിച്ച് സംസാരിച്ചിരിക്കുന്നത്. അതായത് ഇന്ത്യയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് ഏറ്റവും കൂടുതൽ ലക്ഷ്യമാക്കുന്നത്. പ്രത്യേകിച്ച് AI ഇൻഫ്രാസ്ട്രക്ചർ അതേപോലെ IT മേഖലയാണ് ലക്ഷ്യമിടുന്നത്. ഇത്തരത്തിലുള്ള പല നീക്കങ്ങൾ ഗവൺമെൻറ് സൈഡിൽ നടക്കുന്നുണ്ട്. പക്ഷേ അത് വിജയം കാണുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ വിഷയം. പ്രാഥമികമായിട്ട് ഇന്ത്യ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇന്ത്യ കൃത്യമായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു ബാങ്ക് മാത്രം വിചാരിച്ചാൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. പക്ഷേ ബാങ്കിലുള്ള നിക്ഷേപകരെ ഈ ഇൻവെസ്റ്റ്മെൻറ്റുകളിലേക്ക് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും ബാങ്കിന്. പ്രത്യേകിച്ച് ഗവൺമെൻറ്റിൻ്റെ ഈ ഇടപെടലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതായത് കൃത്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പോർട്ട്ഫോളിയോ ഉണ്ടെങ്കിൽ അത് ഗവൺമെൻറ്റിന് കൃത്യമായിട്ട് ലീഡ് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. ഗവൺമെൻറ്റിൻ്റെ ഡയറക്റ്റ് ഇൻവോൾവ്മെൻറ്റ് ഇല്ലാണ്ട് ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഏരിയകൾ ഉണ്ട് എന്നുള്ള ഒരു ഗൈഡൻസ് കൊടുക്കാം. പിന്നെ പൂർണ്ണമായിട്ടും ഇൻവെസ്റ്റേഴ്സിൻ്റെ താല്പര്യമാണ് ഏതിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത്. തീർച്ചയായിട്ടും ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടാവും. ബോണ്ടുകളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ടാവും. അപ്പോൾ ആ കണ്ടീഷൻസിന് വിധേയമായിട്ടാണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ നടക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഗവൺമെൻറ് നിയമവിരുദ്ധമായിട്ട് ഇടപെടുന്നു എന്ന് ചോദിച്ചാൽ നമുക്കതിനകത്തൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം അവിടെ എല്ലാത്തിനും കണ്ടീഷൻസ് ഉണ്ട്, ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ ആണ്. അതെല്ലാം വായിച്ച് നോക്കിയിട്ടാണ് ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇന്ത്യ ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 2-3 വീഡിയോകളിൽ ആവർത്തിച്ച് പറയുന്നുണ്ട്, ഈ IT മേഖല, പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ നമുക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ വരേണ്ടതുണ്ട്. അതിൽ AI ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതൽ നമ്മൾ ക്ഷണിക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് സർവൈവ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സർവൈവ് മീൻസ് നമുക്ക് സർവൈവൽ ഉണ്ട്, പക്ഷെ നമ്മളുടെ സ്റ്റെബിലിറ്റി, മാർക്കറ്റ് സ്റ്റെബിലിറ്റി ഉണ്ടല്ലോ, അത് പിടിച്ചു നിർത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മേഖലയിൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് സിറ്റി ബാങ്കിൻ്റെ സീനിയർ എക്സിക്യൂട്ടീവിനെ വിളിച്ച് പ്രൈം മിനിസ്റ്റർ മോദി ചർച്ച നടത്തിയിരിക്കുന്നത്. ഇന്ത്യ വെനിസ്വേല ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ഡൽഹിയിൽ. തീർച്ചയായിട്ടും വെനിസ്വേലയുടെ ഓയിൽ വാങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയാണ്. തീർച്ചയായിട്ടും ഇന്ത്യയുടെ കയറ്റുമതിയെക്കുറിച്ചുള്ള ചർച്ചകളും നടക്കുന്നുണ്ട് വെനിസ്വേലയുമായിട്ട്. അതൊരു ഗിവ് ആൻഡ് ടേക്ക്, ഇമ്പോർട്ട് എക്സ്പോർട്ടിൽ എന്തൊക്കെ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യാൻ പറ്റും. അപ്പോൾ പോസിബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ഇന്ത്യയിൽ നിന്നും വെനിസ്വേല വാങ്ങുക, നമ്മൾ തിരിച്ച് വെനിസ്വേലയിൽ നിന്ന് ഓയിൽ വാങ്ങിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. പിന്നെ ഒബ്വിയസ്ലി ഇതിൻ്റെ പുറകിൽ കളിക്കുന്ന അമേരിക്കയാണ് വെനിസ്വേലയിൽ നിന്നും ഇന്ത്യയെ എണ്ണ വാങ്ങിക്കാൻ പ്രേരിപ്പിക്കുന്നത്. കാരണം നമ്മൾ ട്രാൻസാക്ഷൻ ഡോളറിൽ നടത്തും. റഷ്യ എടുത്ത് എണ്ണ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ റുപ്പി യുവാൻ ട്രാൻസാക്ഷനൊക്കെയാണ് നടത്തുന്നത്. സോ മിഡിൽ ഈസ്റ്റ് കോൺഫ്ലിക്റ്റ് അവസാനിക്കുന്നത് വരെ ഇന്ത്യക്ക് ഒരു കഷ്ടകാലമുണ്ട്. അത് നമ്മൾ നേരിടേണ്ടി തന്നെ വരും. അതിൽ നിന്ന് ഒളിച്ചോടാനൊന്നും പറ്റില്ല. അതാണ് നിലവിലെ സാഹചര്യം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യക്ക് മാത്രമാണ് ക്രൈസിസ്, ഇന്ത്യ ഓൾറെഡി തകർന്നിരിക്കുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ ആൾക്കാർ അടിച്ചിറങ്ങുന്നുണ്ട്. അതിലൊന്നും യാഥാർത്ഥ്യമില്ല. ഗ്ലോബൽ ക്രൈസിസ് ആണ് ഇന്ത്യയും നേരിടുന്ന പ്രതിസന്ധി. അപ്പോൾ നമുക്ക് മിഡിൽ ഈസ്റ്റിൽ നിന്നും എണ്ണ വാങ്ങിക്കാൻ, പ്രത്യേകിച്ച് UAEയുടെ അടുത്ത് നമുക്ക് എണ്ണ വാങ്ങിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ റുപ്പി ദർഹംസ് ട്രേഡാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും മിഡിൽ ഈസ്റ്റ് കോൺഫ്ലിക്റ്റ് അവസാനിച്ച് കഴിഞ്ഞാൽ വെനിസ്വേലയുടെ എണ്ണ പടിപ്പടിയായിട്ട് നമ്മൾ കുറച്ചിട്ട് നമ്മൾ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ പ്രത്യേകിച്ച് UAEയുടെ സൈഡിൽ നിന്നും എണ്ണയും ഗ്യാസൊക്കെ വാങ്ങിക്കാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ. അത് ഇത് റഷ്യ അല്ലെങ്കിൽ നമ്മളുടെ സേഫ് സോൺ ആയിട്ടുള്ളത് UAE ആണ്. ഇതേപോലെ നമ്മൾ റുപ്പി ട്രേഡിൽ ഏർപ്പാടാക്കി വെച്ചിരിക്കുന്നത്. അതിലേക്ക് മടങ്ങി വന്നു കഴിഞ്ഞാൽ നമ്മളുടെ റുപ്പി കുറച്ച് മുന്നോട്ട് വരികയുള്ളൂ. അതുവരെ ഡോളറിനെതിരെയുള്ള ഇന്ത്യൻ റുപ്പിയുടെ മൂല്യം തകർച്ചയിലേക്ക് തന്നെ പോകും. കാരണം ഇപ്പോൾ വീണ്ടും നമ്മൾ ഡോളർ ട്രാൻസാക്ഷനിലേക്ക് പോവാണ് എണ്ണ വാങ്ങിക്കാൻ വെനിസ്വേലയുമായിട്ട്. അത് നമുക്ക് ഒരു തിരിച്ചടിയാണ്. അത് വളരെ ഓപ്പണായിട്ട് തന്നെ നമുക്ക് അംഗീകരിക്കേണ്ടി വരും. എന്തായാലും മിഡിൽ ഈസ്റ്റ് കോൺഫ്ലിക്റ്റ് അവസാനിച്ചാലേ ഈ റുപ്പിയുടെ മൂല്യം ഇച്ചിരിയെങ്കിലും പിടിച്ചു നിർത്താൻ സാധിക്കുകയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ റിസർവ് ബാങ്ക് ഇടപെടണം. റിസർവ് ബാങ്ക് ഇടപെട്ട് ഫോറിൻ കറൻസി വിറ്റ് റുപ്പിയുടെ ഡിമാൻഡ് നിലനിർത്തേണ്ടി വരും. പക്ഷേ അത് എത്ര കാലത്തേക്ക്? അതാണ് ഇവിടുത്തെ ചോദ്യചിഹ്നം. എനിവേ, വളരെ നിർണായകമായിട്ടുള്ള കുറച്ച് വിഷയങ്ങളാണ് നമ്മുടെ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.